നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി തൊൽഭക്തിവർദ്ധനം ഉദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ. കർമ്മഗതി കൊണ്ട് ജന്തുക്കൾ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അതിന് ഉപമ വെള്ളത്തിൽ കുമിളയുണ്ടാകുകയും ക്ഷണത്തിൽ നശിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ജന്മം ഒടുങ്ങി ഗതി വരണമെങ്കിൽ ഈശ്വരഭക്തി വഴിപോലെ ഉണ്ടാകണം. ഭക്തി വർദ്ധിക്കുന്ന സമയം അത് മുക്തിക്ക് മുഖ്യ കാരണമായി ഭവിക്കും. ഭക്തി കൊണ്ടല്ലാതെ മുക്തി ലഭിക്കുന്നതല്ലെന്ന് ഭാഗവതത്തിലും കൽപ്പിച്ചിരിക്കുന്നു. ഭക്തി എന്നത് എപ്പോഴും ഈശ്വര ചിന്തയാകുന്നു. ഭക്തിക്ക് 9 ലക്ഷണം കൽപ്പിച്ചിരിക്കുന്നു. അതിൽ 1 ഭഗവത് കഥ കേൾക്കുക, 2 ഭഗവത് കഥകളെ ചൊല്ലുക, 3 വിഷ്ണുവിനെ മനസ്സുകൊണ്ട് സ്മരിക്കുക, ഭഗവത് പാതാരവിന്ദങ്ങളെ സേവിക്കുക, 5 ഭഗവാനെ പൂജിക്കുക, 6 നമസ്കരിക്കുക, 7 ഭഗവാന് ദാസ്യവൃത്തി എടുക്കുക, 8 ഭഗവാനോട് സഖ്യം ചെയ്യുക, 9 സകലവും ഭഗവാങ്കൽ അർപ്പിക്കുക. ഇങ്ങനെ 9 ലക്ഷണങ്ങളോട് കൂടിയതാകുന്നു. എന്നാൽ ഭക്തി പല പ്രകാരത്തിലും വരാം. പ്രേമത്താൽ ഗോപസ്ത്രീകൾക്കും, ഭയം കൊണ്ട് കംസനും, ദ്വേഷം കൊണ്ട് ശിശുപാലൻ മുതൽ പേർക്കും, സംബന്ധം കൊണ്ട് യാദവന്മാർക്കും, സ്നേഹം കൊണ്ട് പാണ്ഡവന്മാർക്കും, ഭക്തി കൊണ്ട് നാരദാദികൾക്കും ഭക്തി വർദ്ധിച്ചു എന്ന് ശ്രീ മഹാഭാഗവതത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭക്തി എൻ്റെ മനസ്സിൽ ഉദിപ്പാൻ വേണ്ടി നാരായണ അങ്ങയെ സ്മരിക്കുന്നു.